ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളീസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് 60 പേർക്കുള്ള ദം ബിരിയാണിയാണ്. ബീഫ് ദം ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മലയാളീസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതിനായി ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, യൂട്യൂബിൽ കമൻറ്റുകൾ ഇടുക. താങ്ക് യു. ചേരുവകൾ: മഞ്ഞൾപ്പൊടി 150 ഗ്രാം, മല്ലിപ്പൊടി 250 ഗ്രാം, പെരിഞ്ജീരകം 250 ഗ്രാം, ഗരം മസാലപ്പൊടി 100 ഗ്രാം, കുരുമുളക് പൊടി 100 ഗ്രാം, കുരുമുളക് കുറച്ച്, പട്ട, ഗ്രാമ്പൂ, തക്കോലം, ജാതിപത്രി, ഏലക്ക 100 ഗ്രാം, വറ്റൽമുളക് 10 എണ്ണം, സജീരകം 10 ഗ്രാം, നെയ്യ് 500 ഗ്രാം, ഡാൽഡ 200 ഗ്രാം, അണ്ടിപ്പരിപ്പ് 150 ഗ്രാം, കിസ്മിസ് 150 ഗ്രാം, റോസ് വാട്ടർ ആവശ്യത്തിന്. കൈമ അരി 10 കിലോ, പോത്തിറച്ചി 10 കിലോ, സവാള 2 കിലോ, കേര വെളിച്ച പാക്കറ്റ്, പച്ച 100 ഗ്രാം, തക്കാളി 250 ഗ്രാം, പൈനാപ്പിൾ 1 ക്യാരറ്റ് 250 ഗ്രാം, ഇഞ്ചി 200 ഗ്രാം, വെളുത്തുള്ളി 200 ഗ്രാം, പുതിന 250 ഗ്രാം, തൈര് 150 ഗ്രാം, വെള്ളം 20 ലിറ്റർ, നാരങ്ങ 2 കറിവേപ്പില കുറച്ച്, ഉപ്പ് ആവശ്യത്തിന്. ബീഫ് ദം ബിരിയാണി തയ്യാർ ചെയ്യുന്ന വിധം: ദം ചെയ്ത ബിരിയാണി ഗാർണിഷ് ചെയ്യുന്നതിന് ആവശ്യമായ സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കറിവേപ്പിലയും നമുക്ക് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ബ്രൗൺ കളർ ആകുമ്പോൾ സവാള കോരി മാറ്റണം, ഇല്ലെങ്കിൽ വളരെ വേഗം കറുത്തു പോകുന്നതാണ്. ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് അണ്ടിപ്പരിപ്പും കിസ്മിസും കറിവേപ്പിലയും. ഇത് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന 10 കിലോ ബീഫാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കേണ്ടതുണ്ട്. വേവിച്ചെടുത്ത ബീഫ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരടുപ്പിൽ ഉരുളി വെച്ച് തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2.5 കിലോ സവാള ആ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് സവാള വളരെ വേഗം വാടിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. സവാള നന്നായി വാടിയിട്ടുണ്ട്. വഴറ്റിയ സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അടുത്തായി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 5 തക്കാളി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ഇനി കുറച്ച് പച്ചമുളക് ചതച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് മല്ലിയില കുറച്ച് കൂടുതൽ വേണം. നമുക്കൊരു ഗ്രീൻ യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് മല്ലിയിലയും നല്ലൊരു ഉണവൊക്കെ കിട്ടുന്നതിനായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം വേണം അതിലേക്ക് മസാലകൾ ചേർക്കാൻ. അതിലേക്ക് നമുക്ക് ഒരു 4 തവി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 തവി പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകപ്പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ആ മസാലയുടെ പറ്റെല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫെല്ലാം ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ബീഫ് ബോയിൽ ചെയ്ത സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുക്കാം. കൂടുതൽ സ്റ്റോക്ക് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്യുമ്പോൾ ആ റൈസിന് വെള്ളം കൂടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ബീഫ് ബോയിൽ ചെയ്ത വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മസാല തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ അരയ്ക്കുന്നതൊന്നും ഇപ്പോൾ തൽക്കാലം കാണിക്കാൻ പറ്റില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലായി പോകുന്നതിനാലാണ് എല്ലാം നമ്മൾ കാണിക്കാത്തത്. അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാല 2 സ്പൂൺ ഗരം മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇളക്കി വെക്കാം.
മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 60 പേർക്കുള്ള ബിരിയാണി റൈസ് ദം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ബിരിയാണി ചെമ്പിൽ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യം നമുക്ക് വറ്റൽ മുളക് 10 നമ്മുടെ അടുത്ത് വെച്ച് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം വേണം മറ്റ് മസാലകൾ കൂടി ചേർക്കാൻ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് ചേർത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് നേരത്തെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും കിസ്മിസും. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ജാതിപത്രി എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം വേണം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ 20 ലിറ്റർ വെള്ളം അളന്ന് വെച്ചിരിക്കുന്നതാണ് 10 കിലോ റൈസിന്. അപ്പോൾ ആ 20 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയാണത്. നാരങ്ങയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് കൂടുതലായിട്ട് ചേർത്താൽ മാത്രമേ റൈസിന് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഉപ്പ് ചേർത്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് വെള്ളം തിളയ്ക്കുന്നതുവരെ അടച്ചു വയ്ക്കാം. വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 10 കിലോ റൈസ് കഴുകി വെച്ചിരിക്കുന്നത് 3 മാൻ റൈസ് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ചേർത്തതിന് ശേഷം നമുക്കിനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. റൈസ് ഏകദേശം ഹാഫ് ബോയിലായിട്ടുണ്ട്. വെള്ളമെല്ലാം ഒരുവിധം പറ്റി വരുന്ന ആ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റിന് ഇച്ചിരി വേവുള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നത് കുഴപ്പമില്ല. അതുകൊണ്ട് റൈസ് ഏകദേശം പൂർണ്ണ പരുവമായി വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ദം ചെയ്യാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. ദം ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ഡാൽഡയോ നെയ്യോ ചേർത്ത് ഒന്ന് നന്നായി ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം വേണം അതിലേക്ക് മസാല ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആദ്യം ഇട്ട് കൊടുക്കാൻ. ഡാൽഡയോ നെയ്യോ ചേർക്കുന്നത് വീണ്ടും ദം ചെയ്യുന്ന സമയത്ത് അടിയിൽ പോയിട്ട് വളരെ വേഗം കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മസാല ഇട്ട ശേഷം നന്നായി ഒന്ന് നിരത്തി കൊടുക്കാം. നിരത്തിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വിതറി കൊടുക്കാം. അതൊന്ന് വിതറിയതിന് ശേഷം കുറച്ച് മല്ലിയില, കുറച്ച് പൈനാപ്പിൾ എന്നിവ വിതറി കൊടുക്കാം. കുറച്ച് നെയ്യും ചേർത്ത് ഇത്രയും ചെയ്തതിന് ശേഷം ആദ്യ ലെയറായി നമുക്ക് കുറച്ച് റൈസ്, ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം റൈസ് ഒന്ന് നന്നായി നിരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സാജീരകം നമുക്ക് റൈസിന് മുകളിലായി ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും സവാളയും ഫ്രൈ ചെയ്തതും എല്ലാം ഒന്ന് വിതറി കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. അതിനകത്ത് രണ്ടാമത്തെ ലെയർ റൈസ് കൂടി നമ്മൾ ഇടുകയാണ്. രണ്ടാമത്തെ ലെയർ റൈസ് കൂടി ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് ഒന്ന് നന്നായി നിരത്തി കൊടുക്കുക. രണ്ടാമത്തെ ലെയർ റൈസ് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലും നേരത്തെ ചെയ്ത മാതിരി എല്ലാ മസാലകളും
ഫ്രൈ ചെയ്ത ഒനിയനും ഒക്കെ ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് കുറച്ച് മൈദ മിക്സ് ചെയ്ത് അതിൻ്റെ സൈഡ് ഒട്ടിക്കാവുന്നതാണ്. വെറുതെ മൈദ വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് ഒരുപാട് വെള്ളമായി പോരുത്. വെച്ചതിന് ശേഷം നമ്മളിവിടെ ഇത് ദം ചെയ്യാനായിട്ട് പൊറോട്ടക്കല്ല് ഹീറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പിൽ ചെറിയ കനലിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ചിട്ട് കനൽ ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്ത് ദം ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി തയ്യാറാക്കിയത് കൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇനി മുകളിലും താഴെയും കനലിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതിലേക്ക് കളറിനായി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.